നവ്യ ഒരു കുഞ്ഞിന് ജന്മം നൽകുവാനുള്ള ദിവസങ്ങളും കാലങ്ങളും അടുത്തടുത്തു വരുന്നു എന്നുള്ളത് അനന്തപുരിയിൽ പലരെയും അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടുപേർ ജലജയും അബിയുമാണ്. അതുകൂടാതെ പകയുടെ മൂർത്തിഭാവമായി ഏത് നിമിഷവും പത്തി ഉയർത്തി കൊത്തുവാൻ കാത്തു നിൽക്കുന്ന ഒരു വിഷപ്പാമ്പുണ്ട്, അനാമിക. ഈ മൂന്നാൾക്കാരുടെയും മനസ്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത, നവ്യയുടെ കുഞ്ഞൊരിക്കലും അനന്തപുരിയിൽ വളരുവാൻ പാടില്ല. ആ കുട്ടിയെ നവ്യ പ്രസവിക്കുക പോലും അരുത്. അതിനു മുൻപ് എന്തെങ്കിലും ചെയ്ത് അതിനെ ഇല്ലാതെയാക്കണം. പക്ഷെ ഈ കൈവിട്ട കളികൾ എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയാൽ അതോടുകൂടി അനന്തപുരിയിലെ തങ്ങളുടെ വാസവും അവസാനിക്കും എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് അബിയും ജലജയും അനാമികയും ഒക്കെ വല്ലാതെ കുഴഞ്ഞു നിൽക്കുന്നത്. എങ്കിലും ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത തരത്തിൽ കാര്യങ്ങൾ നടത്തിയെടുക്കുവാനുള്ള അവസരത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ്. അങ്ങനെയിരിക്കെ അതിനുള്ളൊരവസരം ആ വീട്ടിൽ വന്നെത്തിയിരിക്കുകയാണ്. അന്ന് സംഭവിച്ച ചില കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് തുടർന്ന് നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത്. അതിനു മുൻപായി ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ആദർശും നയനയും ഓഫീസിലേക്ക് പോയിരിക്കുന്ന ഒരു ദിവസം രാവിലെ ദേവയാനിയും വീട് വിട്ട് പുറത്തെവിടെ പോയിരിക്കുകയാണ്. ആ സമയത്ത് നവ്യ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ദിവസം ഭക്ഷണം ഉണ്ടാക്കുവാനുള്ള ആ ഉത്തരവാദിത്വം വന്നിരിക്കുന്നത് ജലജയുടെ മേലാണ്. ജലജ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണമാണ് ഇപ്പോൾ നവ്യ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നവ്യയ്ക്ക് വേണ്ടി ജലജ ഭക്ഷണമൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് വല്ലാത്ത പുലഭ്യം പറഞ്ഞുകൊണ്ടും പ്രാഗിക്കൊണ്ടുമൊക്കെയാണ്. എന്തായാലും നവ്യ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടത്തേക്ക് അനാമിക എത്തുന്നുണ്ട്. നവ്യയുടെ കഴിപ്പ് കണ്ടിട്ട് അനാമികയ്ക്ക് വല്ലാതെ കലി കയറിയിട്ട് ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ട് അനാമിക ഇങ്ങനെ നടന്നു നീങ്ങുകയാണ്. ഏത് നേരം നോക്കിയാലും തീറ്റി തന്നെ തീറ്റി. എവിടേക്കാണോ ഇതൊക്കെ പോകുന്നത്? വയറ്റിലൊരു കൊച്ചുണ്ട് എന്ന് പറഞ്ഞ് അതങ്ങ് മുതലാക്കുകയാണ് ചിലരൊക്കെ. എന്നാലും വല്ലവന്റെയും മുതലാണെങ്കിലും സ്വന്തം വയറിനെയെങ്കിലും ഒന്ന് മാനിക്കണ്ടേ? ഇത്രയും കേട്ടപ്പോഴേക്കും പെട്ടെന്ന് നവ്യയ്ക്കും കലിയിളകുകയാണ്. നവ്യ ചോദിക്കുകയാണ്, എടിയടി, ഞാൻ കഴിക്കുന്ന ഭക്ഷണമേ നിന്റെ വീട്ടിൽ നിന്ന് വല്ലതും കൊണ്ടുവന്നതാണോ? നീയോ നിന്റെ അച്ഛനോ അമ്മയോ വല്ലതും അധ്വാനിച്ച് അത് കൊണ്ടുവന്നതിന്റെ പങ്കാണോ ഞാൻ ഈ പറ്റുന്നത്? ഞാൻ കഴിക്കുന്നതേ എൻ്റെ ഭർത്താവിന്റെ വീട്ടിൽ നിന്നാണ്. ഇതെന്നെ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന വീടാണ്. എൻ്റെ അമ്മായിയമ്മയാണ് ഇന്ന് രാവിലെ എനിക്ക് ഈ ഭക്ഷണം ഉണ്ടാക്കി തന്നത്. അത് ഞാൻ കഴിക്കുന്നതിന് നിനക്കെന്താണ് ഈ പ്രശ്നം? ഇനി നിനക്കും ഇതിനകത്ത് കുറച്ച് വേണോ? വേണമെങ്കിൽ ഞാൻ തരാം. അത് തിന്നുമ്പോഴെങ്കിലും നിന്റെ കുത്തല് തീരുമെങ്കിൽ അല്പം കഴിക്ക്. അത്രയും കേട്ടപ്പോഴേക്കും അനാമിക പറയുക, പിന്നെ നിന്റെ എച്ചിൽ തിന്നാനല്ലേ ഞാനിവിടെ ജീവിക്കുന്നത്. എനിക്ക് എൻ്റെ അമ്മായിയമ്മ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ അത് കഴിച്ചോളാം. നീ അതങ്ങ് വെട്ടി വിഴുങ്ങിക്കോ. ഇതും പറഞ്ഞ് നേരെ അടുക്കളയിലേക്ക് പോവുകയാണ് അനാമിക. എന്നിട്ട് അടച്ചു വെച്ചിരുന്ന ഓരോ പാത്രങ്ങളുടെയും മൂടി പൊക്കി നോക്കുന്നുണ്ട്. ഒരു പാത്രത്തിലും തനിക്ക് കഴിക്കുവാനുള്ളത് ഒന്നും കാണുന്നില്ല. ഉടനെ ഡൈനിങ് ടേബിളിന്റെ അരികിലേക്ക് ചെന്നിട്ട് ജലജയോട് അനാമിക ചോദിക്കുകയാണ്, അപ്പച്ചി, കഴിക്കാൻ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലേ? അപ്പോൾ ജലജ പറയുകയാണ്, മോളെ, കഴിക്കാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിക്കാൻ ഉണ്ടാക്കിയത് മുഴുവനും ഈ ഡൈനിങ് ടേബിളിൽ ഇരിപ്പുണ്ട്. ഇത് മോള് കാണുന്നില്ലേ? ഇതിൽ നിന്ന് മോൾക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്ത് കഴിക്കാമല്ലോ. അപ്പോൾ അനാമിക വീണ്ടും ചോദിക്കുകയാണ്, അമ്മ എവിടെ പോയി? ജാനകി അതിരാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോയതാണ്. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഭക്ഷണം ഉണ്ടാക്കാൻ ഞാൻ അടുക്കളയിൽ കയറേണ്ടി വന്നത്. അത് ശരി, അമ്മ എന്നോടൊരു വാക്കുപോലും പറയാതെ രാവിലെ അമ്പലത്തിലേക്ക് പോയി. സാരമില്ല അപ്പച്ചി, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കി തന്നാൽ മതി. പിന്നെ ഇവൾക്ക് ഈ ഉണ്ടാക്കി കൊടുത്ത ഒന്നും എനിക്ക് ആവശ്യമില്ല. എനിക്ക് അല്പം ചിക്കൻ ന്യൂഡിൽസും ഒരു ബദാം ഷേക്കും മാത്രം മതി. ഇത്രയും കേട്ടപ്പോഴേക്കും ജലജയുടെ മുഖം വല്ലാതെ അങ്ങ് ദേഷ്യം കൊണ്ട് കുത്തി വീർക്കുന്നുണ്ട്. എങ്കിലും അത് പുറത്ത് പ്രകടിപ്പിക്കാതെ അനാമികയുടെ മുഖത്തേക്ക് നോക്കി അങ്ങനെ ചിരിച്ചുകൊണ്ട് ജലജ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ നവ്യ ചോദിക്കുകയാണ്, അതെന്താണ് നിനക്ക് മാത്രം ഇപ്പോൾ ഒരു പുതുമ? ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണമൊന്നും നീ കഴിക്കില്ലേ? നിനക്ക് ചിക്കൻ ന്യൂഡിൽസും ഷേക്കും മാത്രമായിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ ഇവിടെ എന്താ നിന്റെ വേലക്കാരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഓരോരുത്തരുടെയും ഇഷ്ടവും അനിഷ്ടവും ഒക്കെ നോക്കി വ്യത്യസ്തമായ ഭക്ഷണങ്ങളൊന്നും ഈ വീട്ടിൽ ഉണ്ടാക്കാറില്ല. അവരവർക്ക് അവരവരുടെ ഇഷ്ടം പോലെ കഴിക്കണമെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിൽ പോകണം. അടുക്കളയ്ക്കകത്ത് ആഹാരം ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ എൻ്റെ അമ്മായിയമ്മയാണ് രാവിലെ ഭക്ഷണം ഉണ്ടാക്കിയത്. ആ ഭക്ഷണം മുഴുവനും ഈ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുമുണ്ട്. അത് നിനക്കും ഈ വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കുവാനുള്ളതുമുണ്ട്. കൂടുതൽ അഹങ്കാരം കാണിക്കാതെ നിനക്ക് ആവശ്യമുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കഴിച്ചിട്ട് നിനക്ക് പോകാം. ഉടനെ അനാമിക നവ്യോട് പറയുകയാണ്, നിന്നോട് ഞാൻ പറഞ്ഞു, നിന്റെ എച്ചിൽ തിന്നാനല്ല ഞാനിവിടെ ഇരിക്കുന്നത്. കൂടുതൽ എന്നോട് സംസാരിച്ചു കൊണ്ട് വരരുത്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇത് പറഞ്ഞിട്ട് അനാമിക വീണ്ടും ജലജയോട് പറയുകയാണ്, അപ്പച്ചി, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? ആ സാധനങ്ങളൊക്കെ എനിക്ക് ഇപ്പോൾ തന്നെ വേണം. നല്ല വിശപ്പുണ്ട്, ഉണ്ടാക്കിക്കൊണ്ടുവാ. അനാമികയുടെ ഈ സംസാരം കേട്ടുകൊണ്ട് അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി അവിടേക്ക് വരികയാണ്. മുത്തശ്ശൻ ചോദിക്കുക, കാലത്ത് തന്നെ വഴക്കാരംഭിച്ചോ? എന്താ ഇവിടുത്തെ പ്രശ്നം? അപ്പോൾ നവ്യ പറയുകയാണ്, മുത്തശ്ശ, ഈ പെണ്ണിന് ഇത് എന്തൊരു സ്വഭാവമാണ്. ഇവിടെ എല്ലാവർക്കും കഴിക്കുവാനുള്ള ഭക്ഷണം എൻ്റെ അമ്മായിയമ്മ ഉണ്ടാക്കി ഈ ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷേ അവൾക്ക് ഈ ഭക്ഷണം വേണ്ട. അവൾക്ക് അവളുടെ ഇഷ്ടപ്രകാരമുള്ള ഭക്ഷണം ഇപ്പോൾ തന്നെ എൻ്റെ അമ്മായിയമ്മ ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ പറയുവാനുള്ള കാരണം വേറൊന്നുമല്ല, അവൾ ഇവിടേക്ക് വരുന്ന സമയത്ത് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കഴിച്ച ഭക്ഷണം ഇനി കഴിക്കുമ്പോൾ അത് എച്ചിലാണത്രേ. ഞാൻ കഴിച്ചത് എൻ്റെ പ്ലേറ്റിനകത്തുള്ളത് മാത്രമാണ്. അതിൻ്റെ ബാക്കി തിന്നാനല്ലല്ലോ ഞാൻ ഇവളോട് പറഞ്ഞത്. ഈ ഭക്ഷണമേശയിൽ എല്ലാവർക്കും വേണ്ടി വലിയൊരു പാത്രത്തിൽ എടുത്തു വെച്ചിരിക്കുകയല്ലേ എല്ലാ ഭക്ഷണങ്ങളും.
അത് തന്നെയല്ലേ ഇവിടെ വരുന്ന ഓരോരുത്തരും കഴിക്കുന്നത്? അതെങ്ങനെയാണ് എച്ചിലാകുന്നത്? അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, എന്താ അനാമിക മോളെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ആവശ്യമില്ലാതെ എന്തിനാണ് ഇങ്ങനെ വാശി പിടിക്കുന്നത്? ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാക്കണോ? ഉടനെ അനാമിക ഇത് കേട്ടിട്ട് മുത്തശ്ശിയുടെ നേരെ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. മുത്തശ്ശി, ഞാൻ പറഞ്ഞില്ലേ, അവൾ കഴിച്ചതിന്റെ എച്ചിൽ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട, പിന്നെന്തിനാണ് എന്നെ ഇത്രയും നിർബന്ധിക്കുന്നത്? എനിക്കിപ്പോൾ ഭക്ഷണം ഉണ്ടാക്കി തരുവാൻ ഇവിടെ ആർക്കും സൗകര്യമില്ലെങ്കിൽ ഞാൻ പുറത്തുനിന്ന് വരുത്തി കഴിച്ചോളാം, അപ്പോൾ പ്രശ്നം തീർന്നില്ലേ? ഇത് കേട്ടിട്ട് മൂർത്തി സാർ ചോദിക്കുകയാണ്, അനാമികെ, നീ എന്തുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പല ആവർത്തി നിന്റെ സംസാരത്തെക്കുറിച്ച് ഞാൻ താക്കീത് നൽകിയിട്ടുള്ളതല്ലേ? ഈ ഇരിക്കുന്നത് നിന്റെ ഏട്ടത്തിയല്ലേ? അവളുടെ മുഖത്ത് നോക്കി നീയെന്നും എടിയെന്നും ഒക്കെ വിളിക്കുവാൻ നിനക്ക് ആരാണ് ലൈസൻസ് തന്നത്? നിന്റെ അച്ഛനും അമ്മയും ഇങ്ങനെയൊക്കെ പെരുമാറുവാനാണോ നിന്നെ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത്? അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ നിന്നോട് പറയുകയാണ്, ഈ തറവാട്ടിൽ ഇങ്ങനെയുള്ള സംസാരങ്ങൾ പാടില്ല. ഞാൻ എന്തുകൊണ്ടാണ് കടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കാത്തത് എന്ന് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. പക്ഷെ അതെന്റെ ബലഹീനതയായിട്ട് നീ കരുതരുത്. എനിക്ക് കട്ടിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും അറിയാം, അത് നടപ്പാക്കാനും അറിയാം. ഈ വാർദ്ധക്യകാലത്ത് എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുവാൻ താല്പര്യമില്ല. അതുകൊണ്ട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടും സംസാരിക്കണം. ഇത്രയും കേട്ടപ്പോഴേക്കും അനാമിക ഒന്ന് പരുങ്ങുകയാണ്. എന്നിട്ട് പറയുന്നു, സോറി മുത്തശ്ശ, പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയതാണ്, എന്നോട് ക്ഷമിക്കണം. കൊച്ചേ, വായിൽ കിടക്കുന്ന നാക്കുകൊണ്ട് എന്തും വിളിച്ചു പറയുക, ഒടുവിൽ സോറി പറയുക എന്ന് വെച്ചാൽ അതോടുകൂടി തീർന്നു എന്നാണോ നീ കരുതുന്നത്? ദേഷ്യം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിളിച്ചു പറയുന്ന കാര്യങ്ങൾ ഒരു സോറി പറയുമ്പോൾ തീർന്നു എന്ന് കരുതരുത്. അത് കേൾക്കുന്ന ആൾക്കാർക്കുണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് അത് വളരെ വലുതായിരിക്കും. അത് അവർക്ക് അങ്ങനെ പെട്ടെന്നൊന്നും മറക്കുവാൻ കഴിഞ്ഞെന്ന് വരില്ല. ഈ കുടുംബത്തിൽ മുതിർന്നവരെ എക്കാലത്തും ബഹുമാനിച്ച് തന്നെയാണ് എല്ലാവരും വളർന്നിട്ടുള്ളത്. അത് എൻ്റെ മക്കളും അവരുടെ ഭാര്യമാരും കൊച്ചുമക്കളും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കയറിയ നിനക്ക് മാത്രമേ ഉള്ളൂ ഈ ചിട്ടവട്ടങ്ങളും സംസാര രീതികളും ഒന്നുമില്ലാത്തത്. ഇത് അവസാനിപ്പിച്ച് നേരെ ചൊവ്വേ നീ ജീവിക്കാൻ നോക്ക്. ഞാനിപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ കൈയും പിടിച്ചുകൊണ്ട് മൂർത്തി സാർ തിരിഞ്ഞു നടക്കുകയാണ്. പോകുന്ന വഴിക്ക് മുത്തശ്ശനോട് പറയുകയാണ്, ആ കുട്ടിക്ക് പ്രായത്തിൻ്റെതായ പക്വത ഇതുവരെയും വന്നിട്ടില്ല, അതാണ് പ്രശ്നം. അപ്പോൾ മുത്തശ്ശൻ, എന്താ വസുന്ധരെ താൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആ കുട്ടിക്ക് അഹങ്കാരമാണ്. ഈ അഹങ്കാര സ്വഭാവം അവളെ പഠിപ്പിച്ചു വിട്ടത് തന്നെയാണ്. അത് അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും സ്വഭാവമാണ്. ഈ വീട്ടിൽ വന്നപ്പോൾ ഇവിടെയുള്ള സാഹചര്യവും ഇവിടുത്തെ ചിട്ടകളും മറ്റൊന്നാണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് മാറുവാൻ അവൾ തയ്യാറല്ല. അതിന് അവൾ കണ്ടുപഠിക്കേണ്ടത് നവ്യമോളെ തന്നെയാണ്. അറിയാമല്ലോ, ആ കുട്ടി ഇവിടേക്ക് വന്നപ്പോൾ ഇതുപോലൊക്കെ തന്നെയായിരുന്നു. എന്നാൽ അനന്തപുരിയിലെ ഓരോ ആൾക്കാരുടെയും സ്വഭാവ രീതികളും ജീവിത ശൈലികളും അവളെ മാറ്റിമറിച്ചു. പിന്നെ നയനമോളെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ. ഞാനും താനും ഉൾപ്പെടെയുള്ളവർ നയനമോളിൽ നിന്നും ധാരാളം കാര്യങ്ങൾ കണ്ടു പഠിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു വീട്ടിലേക്ക് വന്നു കയറിയ ആ പെൺകുട്ടി ബുദ്ധിമാന്ദ്യമുള്ള പെൺകുട്ടിയൊന്നും അല്ലല്ലോ. വേണമെന്ന് വെച്ചാൽ തിരുത്തപ്പെടലുകളൊക്കെ നടക്കും. പക്ഷേ ഉറങ്ങുന്നവരെ മാത്രമേ ഉണർത്തുവാൻ പറ്റൂ. ഉറക്കം നടിക്കുന്നവരെ ഒരിക്കലും ഉണർത്താൻ പറ്റില്ല. ഈ സമയത്ത് ഡൈനിങ് ടേബിളിന്റെ അരികിൽ പകയോടുകൂടി ഇങ്ങനെ വീർപ്പ് മുട്ടി കുനിഞ്ഞ ശിരസുമായി നിൽക്കുന്ന അനാമികയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് നവ്യ ഒന്ന് അടക്കി ചിരിക്കുകയാണ്. ഇതുകൂടി കണ്ടപ്പോഴേക്കും അനാമികയ്ക്ക് പിന്നെയും കലിയിളകി. തുടർന്ന് നവ്യയെ കോപത്തോടുകൂടി അനാമിക നോക്കുമ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, എന്താ നീ എന്നെ നോക്കി ദഹിപ്പിക്കുകയാണോ? ഞാൻ നിന്നോട് അന്നേരെ പറഞ്ഞില്ലേ ഈ ഇരിക്കുന്നത് എന്തെങ്കിലും എടുത്ത് കഴിച്ചുകൊണ്ട് പോകാൻ? നീ അത് കേട്ടോ? ഇല്ലല്ലോ. എടി, ഈ വീട്ടിൽ നിന്റെ അമ്മായിയമ്മ ഒഴിച്ച് ഒരാളിനും നിന്നോട് താല്പര്യമില്ല. അതിന്റെ കാരണം നിന്റെ കയ്യിലിരിപ്പ് തന്നെയാണ്. പെട്ടെന്ന് അനാമിക പറയുകയാണ്, നീ കൂടുതൽ വാചകമൊന്നും അടിക്കണ്ട. നിന്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ കാര്യം നീ എപ്പോഴും പറയുമല്ലോ. ആ കൊച്ചിനെ അതിന്റെ അച്ഛൻ അംഗീകരിച്ചിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് നീ എൻ്റെ കാര്യവും പൊക്കിക്കൊണ്ടുവരുന്നത്? നിന്റെ അത്രയും ഗതികേടൊന്നും എനിക്കിവിടെ വന്നിട്ടില്ല. പിന്നെ നിന്റെ എച്ചിൽ അതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട എന്ന് തന്നെയാണ്. എടീ, എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ അമ്മായിയമ്മ എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ അംഗീകരിച്ചില്ലെങ്കിലും അനന്തപുരി തറവാട്ടിൽ അംഗീകരിക്കേണ്ടവർ എന്നെയും എൻ്റെ കുട്ടിയെയും അംഗീകരിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇവിടെ നിന്ന് പോയ മുത്തശ്ശനും മുത്തശ്ശിയും ഉൾപ്പെടെയുള്ള ആൾക്കാർ എന്നെ അംഗീകരിച്ചിട്ടുണ്ടെന്ന്. പിന്നെ വല്ലപ്പോഴുമൊക്കെ എൻ്റെ അമ്മായിയമ്മ നിന്നോട് ചിരിച്ചു കാണിക്കുകയും കുശലം ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നതേ നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, അവരുടെ കാര്യം സാധിക്കാൻ വേണ്ടിയാണ്. ഇവിടുത്തെ മൂത്ത മരുമകളായ നിന്റെ വലിയമ്മയുണ്ടല്ലോ, അവരാണല്ലോ നിന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ചേർത്ത് പിടിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ എന്തു പറ്റി? നിന്റെ യഥാർത്ഥ സത്വം എന്താണെന്ന് അവരും തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അവർ നിന്നെ അകറ്റി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് കൂടുതൽ നിഗളിപ്പുമായി നീ എൻ്റെ അടുക്കലേക്ക് വരരുത്. നിന്റെ കള്ളത്തരങ്ങളും തോന്നിവാസങ്ങളും ഒക്കെ തെളിവ് സഹിതം എൻ്റെ കയ്യിലുണ്ട്. ഞാനതങ്ങ് പരസ്യപ്പെടുത്തും. ഇത്രയും കേട്ടപ്പോഴേക്കും അനാമികയൊന്ന് ഞെട്ടുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ പിറുപിറുക്കുകയാണ്, ഇവൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്ത് കയ്യിലുണ്ടെന്നാണ്? ഞാൻ പണം മോഷ്ടിച്ചോ സ്വർണം മോഷ്ടിച്ചോ എന്തെങ്കിലും അവൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അപ്പോൾ നവ്യ വീണ്ടും പറയുകയാണ്, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടങ്ങി ഒതുങ്ങി നീ നിന്റെ കാര്യം നോക്കി ഇവിടെ നടന്നോണം. ഇല്ലെങ്കിൽ ഏത് നിമിഷവും ഈ തറവാട്ടിൽ നിന്ന് നീ പുറത്തു പോകും. അതിനൊക്കെ ഉള്ളത് നീ ഇവിടെ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് അനാമിക പറയുകയാണ്, ഞാൻ അല്ലടി പുറത്തു പോകാൻ പോകുന്നത്, നീയാണ്.
ഞാൻ ഇവിടെ നിന്ന് പുറത്തു പോകുവാൻ തക്ക ഒരു പ്രശ്നവും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. മാത്രമല്ല, നിന്നെ പോലെ കയ്യും വീശിയല്ല ഞാനിവിടെ വന്നു കയറിയത്. നിന്റെ ചേച്ചിയെ പോലെ മുഖവും മറച്ചുകൊണ്ടുമല്ല വന്നു കയറിയത്. ശരീരം നിറയെ പൊന്നുമിട്ടുകൊണ്ടാണ്. അതെ, 101 പവനുമായിട്ടാണ് ഞാൻ അനന്തപുരിയിലേക്ക് വന്നത്. പിന്നെ നിന്നെപ്പോലെ ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ വയറ്റിലുണ്ടാക്കിയവളുമല്ല. എന്നെ കൊണ്ട് നീ കൂടുതലൊന്നും പറയിപ്പിക്കരുത്. ഇത്രയും കേട്ടപ്പോഴേക്കും ശരിക്കും നവ്യയ്ക്ക് അങ്ങോട്ട് ദേഷ്യം വരികയാണ്. നവ്യ പറയുക, അതേ അനാമികെ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. തോന്നിവാസം പറയുന്നതിന് ഒരു അതിരുണ്ട്. അത് ലംഘിക്കരുത്. അങ്ങനെ പോയാൽ ചിലപ്പോൾ നിന്റെ ചെവിക്കല്ല് ഞാൻ അടിച്ചു പൊട്ടിച്ചെന്നിരിക്കും. ഇത്രയും പറഞ്ഞിട്ട് നവ്യ എഴുന്നേറ്റ് വാഷ് ബേസിനരികിലേക്ക് കൈ കഴുകുവാൻ വേണ്ടി നടന്നു പോവുകയാണ്. ഈ സമയത്ത് അനാമിക ചുറ്റുപാടുകളും ഒന്ന് നോക്കുന്നുണ്ട്. ആരുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പെട്ടെന്ന് നവ്യയുടെ പുറകിൽ കൂടി ചെന്നിട്ട് പുറത്തു പിടിച്ചൊരൊറ്റ തള്ളു തള്ളുകയാണ്. അപ്രതീക്ഷിതമായി വന്ന ആ തള്ളലിന്റെ ആഘാതത്താൽ നവ്യയുടെ നിയന്ത്രണം നഷ്ടപ്പെടുകയും തന്റെ വയറ് വന്ന് വാഷ് ബേസിനിൽ അടിച്ചിട്ട് ഒരു സൈഡിലേക്ക് നടുവടിച്ച് നവ്യ വീഴുകയും ചെയ്യുന്നു. വീണ് കിടന്ന് നവ്യ വേദന കൊണ്ട് പൊളയുമ്പോൾ അനാമിക വീണ്ടും ചുറ്റിലേക്കും നോക്കിയിട്ട് ആരുമില്ല എന്ന് ഉറപ്പുവരുത്തി പെട്ടെന്ന് അവിടുന്ന് ഓടി തന്റെ മുറിയിലേക്ക് പോയി കതക് അടച്ചു. ഈ സമയത്ത് ആദർശും നയനയും അവിടേക്ക് കയറി വരുന്നുണ്ട്. പെട്ടെന്ന് നവ്യയുടെ നിലവിളി കേട്ടുകൊണ്ട് വാഷ് ബേസിനരികിലേക്ക് ഓടി ചെല്ലുമ്പോഴേക്കും നവ്യയുടെ ഈ കിടപ്പ് കണ്ട് നയന ഞെട്ടുകയാണ്. തുടർന്ന് ഓടിച്ചെന്ന് നവ്യയെ വാരി എടുത്തുകൊണ്ട് ചോദിക്കുകയാണ്, അയ്യോ ചേച്ചി, ചേച്ചിക്ക് എന്താ പറ്റിയത്? ചേച്ചി എങ്ങനെയാണ് മറിഞ്ഞു വീണത്? എന്താ ചേച്ചി പറ്റിയത്? ഉടനെ നവ്യ പറയുകയാണ്, എനിക്ക് വയ്യ മോളെ, എനിക്ക് സംസാരിക്കാൻ തന്നെ വയ്യ. എന്നെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. ഉടൻ തന്നെ ജലജയും അവിടേക്ക് ഓടിയെത്തുന്നുണ്ട്. ജലജയെ കണ്ട സമയത്ത് നയന ചോദിക്കുകയാണ്, സത്യം പറ, നിങ്ങൾ എന്താണ് ചെയ്തത്? എൻ്റെ ചേച്ചി എങ്ങനെയാണ് വീണത്? നിങ്ങൾ എൻ്റെ ചേച്ചിയെ തള്ളിയിട്ടതാണോ? ഉടനെ ജലജ പറയുകയാണ്, ദേ നയനെ, കാണാത്ത കാര്യങ്ങൾ പറയരുത് കേട്ടോ. ഞാനിവിടെ ഇല്ലായിരുന്നു, ഞാൻ മുകളിലായിരുന്നു. ഇവിടെ സംഭവിച്ചത് എന്താണെന്നൊന്നും എനിക്കറിയില്ല. അവളോട് തന്നെ ചോദിക്ക്. അപ്പോഴേക്കും നവ്യയുടെ ബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. തുടർന്ന് ആദർശും നയനയും ചേർന്ന് നവ്യയെ പൊക്കിയെടുത്ത് കാറിലേക്ക് കയറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അല്പനിമിഷം കഴിഞ്ഞപ്പോഴേക്കും അനന്തപുരിയിൽ എല്ലാവരും ഈ വാർത്ത അറിഞ്ഞുകൊണ്ട് ആശുപത്രിയിലേക്ക് എത്തുവാൻ തുടങ്ങി. കുറച്ച് സമയത്തിന് ശേഷം നവ്യയ്ക്ക് ബോധം തെളിഞ്ഞു. ആ സമയത്ത് ഡോക്ടർ നയനയും ആദർശിനെയും നവ്യയുടെ അരികിലേക്ക് ചെല്ലുവാൻ അനുവദിക്കുന്നുണ്ട്. അകത്തേക്ക് കയറിയ ശേഷം നയന നവ്യയോട് ചോദിക്കുകയാണ്, ചേച്ചിക്ക് എന്താണ് പറ്റിയത്? എങ്ങനെയാണ് ചേച്ചി മറിഞ്ഞു വീണത്? ഇത് കേട്ടിട്ട് സംഭവിച്ച കാര്യങ്ങളെല്ലാം ആദർശിനോടും നയനയോടും നവ്യ പറയുകയാണ്. കാര്യങ്ങളെല്ലാം കേട്ട ശേഷം ആദർശിനോടും നയന പറയുകയാണ്, ആദർശേട്ടാ, തൽക്കാലം ഈ കാര്യങ്ങളൊന്നും മറ്റാരും അറിയരുത്. അത് നമ്മൾ പറഞ്ഞാൽ വലിയ പ്രശ്നമായി മാറും. ഉടനെ ആദർശ് നയനയുടെ മുഖത്ത് നോക്കി പൊട്ടിത്തെറിക്കുകയാണ്. നീ എന്തൊക്കെയാണ് നയന ഈ പറയുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ മറ്റാരും അറിയാതെ മൂടി വെച്ചാൽ നാളെ ഇതിനേക്കാൾ വലിയ സംഭവങ്ങൾ ആ വീട്ടിൽ നടക്കും. ആ പെണ്ണ് ക്രിമിനൽ മൈൻഡുള്ള കുട്ടിയാണെന്ന് ഞാൻ എത്രയോ തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതങ്ങനെ വിട്ടുകളയാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ നയന വീണ്ടും പറയുകയാണ്, ആദർശേട്ടാ, അനി ഈ വിവരം അറിഞ്ഞാൽ ആ നിമിഷം തന്നെ അനാമികയെ ഉപേക്ഷിക്കും. അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുവിടും. പിന്നെ ഒരിക്കലും അനന്തപുരിയിലേക്ക് അവൾ കാലുകുത്താൻ പോലും അവൻ അനുവദിക്കില്ല. അങ്ങനെ വന്നാൽ പിന്നെ അനിയുടെ അമ്മയ്ക്ക് എന്നോടും ചേച്ചിയോടുമൊക്കെയുള്ള വെറുപ്പ് കൂടും. ആദർശേട്ടന് അറിയാമല്ലോ ഇപ്പോൾ തന്നെ അവരുടെ മനോഭാവം എന്താണെന്ന്. ഉടനെ നവ്യയും പറയുകയാണ്, ആദർശേട്ടാ, അവൾ പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. തൽക്കാലം ഇതാരും അറിയണ്ട. ഞാൻ കാലു വഴുതി വീണതാണെന്ന് പറഞ്ഞോളാം, സാരമില്ല. ഇത് കേട്ടിട്ട് ആദർശ് മൗനമായി നിൽക്കുമ്പോൾ നവ്യ മനസ്സിൽ പറയുകയാണ്, അനാമികെ, പൊന്നുമോളെ, നീ രക്ഷപ്പെട്ടു എന്നൊന്നും നീ കരുതണ്ട. നിനക്കുള്ളത് പലിശയും മുതലും കൂട്ടി തരുവാൻ വേണ്ടി ഞാൻ അനന്തപുരിയിലേക്ക് വരുന്നുണ്ട്. ഇനി നിന്നോട് യാതൊരു കാരുണ്യവും നവ്യ കാണിക്കില്ല. എന്തായാലും നയനയും നവ്യയും കൂടി ഇതിൽ കൂടുതൽ നടപടികളിലേക്ക് പോകണ്ട എന്ന് തീരുമാനിച്ചതോടെ തൽക്കാലം അനാമിക വീണ്ടും രക്ഷപ്പെടുകയാണ്. പക്ഷേ നവ്യ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ തുടർന്ന് എന്തൊക്കെയായിരിക്കും അനന്തപുരിയിൽ സംഭവിക്കാൻ പോകുന്നത്? അത് കാണുവാൻ വേണ്ടി നമുക്കും കാത്തിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.